വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിലെ ബിറ്റ് കോയിൻ്റെ അഥവാ BTCയുടെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിലെ കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് പറയുന്നുണ്ട്. ആദ്യമായിട്ട് പറയുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. മുകളിലോട്ട് പോവുക മാത്രമല്ല, താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി ഒരു ഇംബാലൻസും കൂടി എടുത്തിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നോക്കിയാൽ കാണാം, കഴിഞ്ഞ വീക്കിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈയും കൂടിയാണ്. അപ്പോൾ ഓൾ ടൈം ഹൈയിനെയും നോട്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം ഓൾ ടൈം ഹൈയിൽ എപ്പോഴും സെല്ലേഴ്സിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഓവറോൾ നോക്കുന്ന സമയത്ത് ബിറ്റ് കോയിൻ വളരെ സ്ട്രോങ് ആയിട്ട് അപ്പ് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയൊരു സമയത്ത് കഴിഞ്ഞ കുറച്ച് വീക്കുകളായിട്ട് ഒന്ന് കൺസോളേഷൻ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ കൺസോളേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകാനായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ഓൾറെഡി ബിറ്റ് കോയിനിലുണ്ട്. എനിവേ, നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി കൂടുതൽ അനാലിസിസ് നടത്താം. അതിനുവേണ്ടി ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയുടെ പ്രത്യേകത, മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് പലതവണ വന്ന് റീടെസ്റ്റ് ചെയ്ത് പോയൊരു ഏരിയ ആണ്. വീണ്ടും കഴിഞ്ഞ ആഴ്ച ആ ഒരു സോണിനെ ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുത്ത് വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് വൺ ഡേ ചാർട്ടിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ നേരത്തെ പറഞ്ഞൊരു സപ്പോർട്ട് ഏരിയ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സപ്പോർട്ട് ഏരിയ, നിയറസ്റ്റ് സപ്പോർട്ട് ഏരിയ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അതിനൊരു കാരണം കൂടി കാണിച്ചു തരാം. നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് നടന്നിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് നടന്നിട്ട് ഒരു റീടെസ്റ്റ് വൺ ഡേ ചാർട്ടിൽ വന്നിട്ടില്ല. പക്ഷേ ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു പക്ഷേ വരാനുള്ള സാധ്യത ഉണ്ടാവും. മാത്രമല്ല ഇവിടെ നോക്കിയാൽ കാണാം, ഒരു ഇംബാലൻസും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ഒരു ഏരിയ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇത് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് 4 അവറിലേക്ക് പോവാം. 4 അവറിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം. 4 അവറിലേക്ക് പോകുന്ന സമയത്ത് ഇംബാലൻസ് ഏരിയ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങി വളരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്ന് ഇപ്പോൾ ഓൾ ടൈം ഹൈനെ ആണ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും 4 അവറിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ഉണ്ട്. 1, 2, 3 തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ 4 അവറിൻ്റെ സപ്പോർട്ട് ഏരിയ ആയിട്ട് ഇതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി, സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് കിട്ടി. പിന്നെ ആ ഏരിയയിലേക്ക് വീണ്ടും റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് ട്രെൻഡ് ലൈൻ്റെ അടിയിൽ വരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ ക്യാൻഡിലും കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാവുന്നതാണ്. നോക്കിയാൽ കാണാം, ഇവിടെയും മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയനെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കരുതണം. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഓൾ ടൈം റെസിസ്റ്റൻസ് ആണ്. ഓൾറെഡി നമ്മളിവിടെ വരച്ചു വെച്ചത് കൊണ്ട് വീണ്ടും വരയ്ക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് 1 അവറിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം എൻട്രി സാധ്യതകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻട്രി ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. 1 അവറിലേക്ക് നോക്കിയാൽ കാണാം, ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ ഫോം ചെയ്യുക മാത്രമല്ല, ഈ ഒരു ഏരിയയിൽ ഒരു റെസിസ്റ്റൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്നൊരു സെൽ ഓഫിനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇവിടെ വെച്ച് ഇതിന് തൊട്ട് മുകളിൽ വെച്ചിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഒരു ലോ വരെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ഇതൊരു റിസ്കി എൻട്രിയും കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു റിസ്കി എൻട്രി ആണ്. ഇന്നൊക്കെ ട്രേഡ് എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ലോങ് ടൈമിലേക്കുള്ള എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരുന്ന സമയത്ത്, ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. അതൊരു
കൺഫർമേഷനോട് കൂടി നല്ലൊരു കൺഫർമേഷനോട് കൂടി ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടേക്ക് എത്താം. ഇതൊരു ഓൾ ടൈം ഹൈ ആണ്. ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരുപക്ഷെ വീണ്ടും ഒരു നല്ല റിജക്ഷൻ കിട്ടിയിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ആദ്യം വരച്ച പോലെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിന് രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഈ ഏരിയയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഇത്തിരി കൂടി താഴോട്ടേക്ക് നല്ലൊരു സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷറോട് കൂടിയിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരണമെങ്കിൽ ഈ ഒരു ഏരിയയുടെ താഴെ, അതായത് മാർക്കറ്റ് ഇവിടെ വന്ന് മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങി ഒരു റീടെസ്റ്റ് എടുത്ത് മുകളിൽ നിന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വന്ന് ബ്രേക്ക് ചെയ്ത് ഒന്ന് റീടെസ്റ്റ് എടുത്തിട്ട് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഈ ഒരു ലൈനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഏറെക്കുറെ ഈ ഒരു ഇംബാലൻസ് വരെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇംബാലൻസും കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വീണ്ടും വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. എനിവേ ഇങ്ങനെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു ബൈക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബൈ ഒരു അവസരം തരികയാണെങ്കിൽ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ എടുത്തിട്ട് ഫസ്റ്റ് ടാർഗറ്റ് എന്ന രീതിയിൽ ഇവിടേക്കൊക്കെ എത്താം. അതും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈ ട്രെൻഡ് ലൈനിലേക്ക് എത്താം. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ, അതായത് ഈ ട്രെൻഡ് ലൈനിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ തീർച്ചയായും ഇവിടെ നിന്ന് നല്ലൊരു ഹൈ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നല്ലൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അത് ഇങ്ങോട്ടായിരിക്കും, നമ്മൾ ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ആഴ്ചയിലെ ബിറ്റ്കോയിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് മാർക്കറ്റ് അവിടേക്ക് വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ എടുക്കുക, എന്നിട്ട് എൻട്രി വെക്കുക. ചെറിയ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ എടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം വലിയ സ്റ്റോപ്പ് ലോസ് ഇല്ലാതിരിക്കാനും, പിന്നെ മാത്രമല്ല കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ട്രേഡിൻ്റെ എൻട്രി കിട്ടാനും കൂടിയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.